ഞങ്ങളെ അവസ്ഥ. ഒരു വർഷമായി ഞങ്ങൾ ജീവിച്ചു വരുന്നത്, പാടും പട്ടിണിയില്ല. ഈ നിമിഷം വരെ ഞങ്ങൾ ചാനലിലെ മന്ത്രിമാർക്ക്, MLA-മാർക്ക്, ഇവിടുത്തെ മെമ്പർമാർക്ക് എല്ലാവർക്കും കൊടുത്തത് സ്ഥാപനങ്ങളും കാര്യങ്ങളും കിടക്കുക. ഇന്ന് വരെ ജീവിക്കാൻ ഞങ്ങൾ യാചിച്ച് തെണ്ടാണ് ഇവരെ കയ്യിൽ കറിയിച്ച്. 9,000 രൂപ പോലും ഇല്ല, ഒരു വീടില്ല, ഒരു പറമ്പില്ല, ഒരു കറണ്ടില്ല, വെള്ളമില്ല. എവിടെ പോകും ഞങ്ങള്? ഈ ഇവരോട് മാറ്റി താമസിക്കാൻ എവിടെ പോവും? നിങ്ങൾ പറയും. ഒരു വീട്ടിൽ 10 ആളുണ്ട്, 10 ആളുണ്ട് എന്റെ കുടുംബത്തിൽ. ഇതാ നല്ല നിലക്ക് ജീവിച്ചിരുന്നാണ് കട. ഒന്നുമില്ല. ഈ നിമിഷം വരെ ഞാൻ ഇപ്പോഴടക്കം വില്ലേജ് ഓഫീസർക്ക്, തഹസിൽദാർക്ക്, കളക്ടർക്ക് വിളിച്ച് ഒക്കെ ലിസ്റ്റിലാ. എവിടേക്ക് ലിസ്റ്റില്? എന്ത് ലിസ്റ്റില് ജീവിക്കാൻ? വില്ലേജ് ഓഫീസർ പറ്റവിടെ, തഹസിൽദാർ പറ്റേ, ഞങ്ങള് ഫോട്ടോസ്റ്റാറ്റ് അത് എടുക്കുന്നത്. വില്ലേജ് ഓഫീസ്, താലൂക്ക്, കളക്ടറേറ്റ് ഇവിടെയൊക്കെ കയറി നടക്കുക. ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ഞങ്ങളെ മാറ്റി പാർപ്പിച്ച് ഞങ്ങൾക്ക് വാടക തരുന്നില്ല. ഞങ്ങൾക്ക് നിത്യോപകരണ കൂലിയായ 300 വെച്ച് അത് തരുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇല്ലാതെ മഴയത്തൊക്കെ ഇരിക്കുന്നത്. തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസർക്ക് ഇപ്പൊ വിളിച്ചതാ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ചാനൽ നോക്ക്. ഈ നമ്പർ വിളിച്ചിട്ട് അവർക്ക് നമ്പർ ഞങ്ങളെ ലിസ്റ്റിലാണ്. ഓർക്ക് വരാൻ കഴിയുന്നില്ല. ഇതുവരെ ലക്ഷ്മി, വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. അതിന് പ്രധാന കാരണം ഇവർക്ക് ആവശ്യമായ 900 രൂപ, അത് ദിവസവേതനം അടക്കം, ദിവസവേതനം ഈ 900 രൂപ മാസം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് പലർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഇവിടെയുള്ള എത്തിയ ആളുകൾ പറയുന്നത്. അത് വലിയ രീതിയിൽ കിട്ടാത്തതിനെ തുടർന്നാണ് ഇവർ ഇത്തരത്തിൽ ദുരന്ത പ്രദേശത്ത് പോലും പോയി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം തടയുന്ന ഒരു ദൃശ്യമാണ്. നാട്ടുകാരടക്കം വലിയ പ്രതിഷേധം ഇവിടേക്ക് ഉയർത്തുന്നുണ്ട്. ഇവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കെതിരെയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്ത് ഈ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിന് പ്രധാനമായിട്ട് കാരണം ഈ വലിയൊരു ദുരന്ത മേഖലയായിട്ട് കൂടി ഇവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. പലരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി, വാടക പോലും നൽകിയിട്ടില്ല. ഇപ്പോൾ ഇവിടേക്ക് എത്തിയ ഉദ്യോഗസ്ഥൻ തിരിച്ചു പോവുകയാണ്. വലിയ രീതിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടേക്ക് വരുന്നുണ്ട്. പോലീസുകാർ സുരക്ഷ നൽകുന്നുണ്ടെങ്കിൽ പോലും പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ വാഹനത്തിന് പോലും, ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് പോലും തിരികെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൊതുമരാമത്തിന്റെ അടക്കം വലിയ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അത് വലിയ രീതിയിൽ പ്രദേശവാസികൾക്ക് പ്രതിഷേധമുണ്ട്. അത് ഇന്നത്തെ മഴവെള്ളം കൂടിയതിൽ തന്നെ വലിയ രീതിയിൽ വലിയ പ്രതിഷേധമായി മാറുകയാണ്. വലിയ ജനരോഷം തന്നെയാണ് അവിടെ ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരയായ മനുഷ്യരാണ് അവർക്കുള്ള ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് ഈ പ്രതികൂല കാലാവസ്ഥയെ, മഴയെ അതിജീവിച്ച് അവിടെ ജോലിക്ക് പോകേണ്ടി വരുന്നത് എന്ന കാര്യമുയർത്തി വലിയ പ്രതിഷേധത്തിലാണ് അവർ. അവിടെ എത്തിയ ഉദ്യോഗസ്ഥരോട് ആ പ്രതിഷേധം നീണ്ടു. അതോടെ അവിടെ എത്തിയവർ പോലീസ് സുരക്ഷയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്.